ഇന്ന് നമ്മൾ അർണോൾഡിന്റെ ലെഗ് ഡേ ചെയ്യാൻ പോകുന്നത്. ഇത് പാർട്ട് 2 ആണ്. ഇന്ന് ഞാൻ ചെയ്ത എല്ലാം ഞാൻ ഫെയിലിയർ ആയി പോയി. കണ്ടു നോക്ക്. ആദ്യത്തെ വർക്കൗട്ട് കണ്ടപ്പോൾ തന്നെ എന്റെ കിളി പോയി. 5 സെറ്റ് ഫ്രണ്ട് സ്കോട്ടെ, ഇതൊന്നും ഞാൻ ചെയ്യാറ് പോലും ഇല്ല. അതുകൊണ്ട് ആദ്യ സെറ്റ് ഞാൻ 60 കിലോയിലാണ് തുടങ്ങി. രണ്ടാമത്തെ സെറ്റ് ആയപ്പോൾ അത് 70 കിലോ ആയി. മൂന്നാമത്തെ സെറ്റ് ആയപ്പോൾ 80 കിലോ ആയി. എന്നാലും ഞാൻ ഫോമിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്തില്ല കേട്ടോ. അങ്ങനെ നാലാമത്തെ സെറ്റ് ആയപ്പോൾ 90 കിലോ. 90ലേക്ക് എങ്ങനെ ഇരുന്നിട്ട് എഴുന്നേക്കണം? എങ്ങനെയെങ്കിലും ഞാൻ ഇരുന്നിട്ട് എഴുന്നേക്കാൻ നോക്കുമ്പോൾ കാലും തെന്നിപ്പോയി. ചാകാഞ്ഞത് ഭാഗ്യം. എൻ്റെ സകല മൂടും പോയി. എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല കേട്ടോ. 10 കൂടി ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ 100 കിലോയിൽ അടിച്ചത്. ഞാൻ കുറച്ചിട്ട് ഫോക്കസ് ചെയ്ത് അടിച്ചു കാരണം എനിക്ക് മര്യാദക്ക് എഴുന്നേക്കാൻ പറ്റി. എന്നാലും ലാസ്റ്റ് റപ്പായപ്പോഴേക്കും ഞാൻ നല്ലപോലെ മുക്കി. എങ്ങനെയെങ്കിലും എഴുന്നേക്കാൻ നോക്കിയിട്ട് അത് പറ്റില്ല. അവസാനം തിരിച്ചു വെക്കേണ്ടി വന്നു. ഫുൾ റെപ്സ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ കുറച്ചെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് 5 സെറ്റ് ഹാക്ക് സ്കോട്ട് വന്നത്. 5 സെറ്റ് അതും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ സാധനം. ആദ്യം 40 കിലോയിലാണ് തുടങ്ങി. രണ്ടാമത്തെ സെറ്റ് ആയപ്പോൾ 60 കിലോ. അതൊക്കെ കുറച്ച് ഈസി ആയിട്ടൊക്കെ അടിച്ചു. അങ്ങനെ 80 കിലോ ആയപ്പോഴേക്കും എൻ്റെ കാലിന് തീ പിടിക്കാൻ തുടങ്ങി. അങ്ങനെ അത് വെച്ചിട്ട് എഴുന്നേക്കാൻ നോക്കിയിട്ട് കൈ കൊടുത്തിട്ട് പോലും എഴുന്നേക്കാൻ പറ്റില്ല. അവസാനം അത് തിരിച്ചു വെക്കേണ്ടി വന്നു. എന്നാലും 5ാമത്തെ സെറ്റ് ഞാൻ വിട്ടുകൊടുത്തില്ല കേട്ടോ. ഒരു 10 കിലോ കൂടി ആഡ് ചെയ്തിട്ട് 90 കിലോഗ്രാംസിൽ അടിച്ചത്. ഫോം പെർഫെക്റ്റ് ആയിട്ട് തന്നെ അടിക്കാൻ നോക്കിയെങ്കിലും ലാസ്റ്റ് റപ്പായപ്പോൾ പറ്റിയില്ലടേ. അത് കഴിഞ്ഞപ്പോൾ ബൾഗേറിയൻ എത്തി. നിർത്തിയിട്ട് പോടാന്ന് എൻ്റെ മനസ്സ് പല പ്രാവശ്യം പറഞ്ഞെങ്കിൽ ഞാൻ ആ സെറ്റ് 20 കിലോയിൽ അടിച്ചു. അപ്പം തന്നെ എൻ്റെ കാല് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത സെറ്റ് ഞാൻ 20 കിലോയിലാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 25 കിലോ എടുത്ത്. എനിക്കാണ് ബാലൻസ് കിട്ടുന്നില്ല. എൻ്റെ കാല് സമ്മതിക്കുന്നില്ല. എങ്ങനെയും അടിക്കാൻ നോക്കിയപ്പോൾ അത് തന്നെ താഴത്ത് വീണു. പിന്നെ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അടിച്ച്. അല്ലാതെ എന്ത് പറയാൻ. ഹാംസ്ട്രിങ് ഇതുവരെ ഹിറ്റ് ചെയ്യാൻ കാരണം RDL എങ്കിലും മര്യാദക്ക് അടിക്കാൻ പറ്റി. ആദ്യത്തെ 2 സെറ്റ് ഞാൻ 80 കിലോയിലാണ് ചെയ്തത്. അടുത്ത 2 സെറ്റ് ഞാൻ 100 കിലോയിലാണ് ചെയ്തത്. അങ്ങനെ ലാസ്റ്റ് റപ്പൊക്കെ എത്തിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി ആ സാധനം. അത് കഴിഞ്ഞ് 6 സെറ്റ് സീറ്റഡ് കാഫ് റൈസ്. 6 സെറ്റ് എൻ്റെ കാലെല്ലാം കേക്ക് പോലെ. അത് കഴിഞ്ഞപ്പോൾ 6 സെറ്റ് തന്നെ സ്റ്റാൻഡിങ് കാഫ് റൈസ്. എടാ നിർത്തിയിട്ട് പോയിക്കൂടാന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. എനിക്ക് ഇരിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. എനിക്ക് കാലില്ലാഞ്ഞ പോലെ ആയിരുന്നു തോന്നുന്നത്. ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്.